എൻ്റെ പുറകിൽ അന്തരീക്ഷം കണ്ടില്ലേ, ഇതൊരു കാടിന് നടുവിലാണ്. ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ പടം ഉണ്ടല്ലോ, കാട്ടിലൊക്കെ വെച്ച് സെറ്റൊക്കെ ഇട്ട് ഷൂട്ടിങ് നടത്തിയത്, പരശുരാജ, അതിൻ്റെ ഒരു സെറ്റിട്ട മാതിരിയാണിത്. ശരിക്കും പറഞ്ഞാൽ ഇത് കാടിന് നടുവിലൊരു ക്ഷേത്രമാണ്, അമ്മൻകോവിൽ ക്ഷേത്രം. ആദിവാസികളുടെ കുറേ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വിൽപ്പനയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു മാർക്കറ്റും ഒരു ക്ഷേത്രവും, 2 ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഒരു കാണേണ്ട കാഴ്ചയാണ് ഇത്. ചിന്നാറ് ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, മൂന്നാറ് ചിന്നാറ് ബോർഡർ, അവിടെ നിന്ന് ജീപ്പിലാണ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമുള്ളത്. ചൊവ്വ, വ്യാഴം, ശനിയാഴ്ച ഇല്ല, ഞായറാഴ്ച. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസമുള്ളൂ. ഇപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അരുൺ, ബബ്ലു, ജോജോ, അവരൊത്ത് ജീപ്പിൽ തൂങ്ങിപ്പിടിച്ച് ഒരു വ്യത്യസ്ത അനുഭവമാണ്. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വന്ന് പോവുക. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ആ ഒരു നടക്കുന്ന ചടങ്ങുകളും പിന്നെ അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ്. നിങ്ങൾക്ക് ഏതായാലും പുതിയൊരു അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും വരിക. ഒരു ദിവസം ഇത് കൊള്ളിച്ച് മാത്രം വരിക. രാവിലെ ഇവിടെ 7 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ ഉണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇതിൻ്റെ പുറകെ ഞാൻ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കാണുന്നത് തമിഴ്നാട് ചിന്നാർ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് നേരെ പാലക്കാട് വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഞാൻ അരുണിനെയും ബബുളിനെയും ഈ ജോജോനൊക്കെ വിളിച്ചു വരുത്തി. അവർ കാറിന് വന്ന് അവരോടൊപ്പം ചേർന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഏകദേശം എറണാകുളത്ത് 185 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇവിടെ വന്ന് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ ചെക്ക് പോസ്റ്റിനോട് ചേർന്ന്, 50 രൂപ കൊടുക്കണം. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ജീപ്പ് സർവീസ് ഉണ്ട് ഫോറസ്റ്റിൻ്റെ. അവിടെ ഒരാൾക്ക് 40 രൂപ ഉണ്ട്. നിന്നേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. ഇവിടുത്തെ ഒരു വെറൈറ്റി, അതായത് ഒരു വ്യത്യസ്ത അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. 2 ക്ഷേത്രമുണ്ട്, അമ്മൻകോവിൽ. അതുകൂടെ കുറേ കച്ചവടക്കാരുണ്ട്. ഒരാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. നമുക്ക് ആവശ്യം എന്തിനു വേണമെങ്കിലും വാങ്ങാം. കാടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ആദിവാസികളൊക്കെ വന്ന് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. പിന്നെ ക്ഷേത്രയും പൂജയും കാര്യങ്ങളും, അതുകൂടാതെ തന്നെ കൈനോട്ടക്കാരുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്ത അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ ഉണ്ട് ഇവിടെ പ്രവേശനം. ആഴ്ചയിൽ 3 ദിവസം, ചൊവ്വ, വ്യാഴം, ഞായർ. പിന്നെ അമാവാസി ദിവസങ്ങളും ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇവിടെ ചൂട് ഇഡ്ഡലിയൊക്കെ കിട്ടും. പിന്നെ കുളിക്കാനുള്ള സ്പോട്ടുണ്ട്. കുളിക്കാനുള്ള എന്താ പറയുക, തോർത്ത് അതിനുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളമാണ്. അവിടെ കുളിച്ച് ഫ്രഷായിട്ട് പോകാം. അപ്പോൾ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും വരേണ്ട ഒരു എന്താ പറയുക, ഒരു സ്ഥലമാണ് ഈ കൊടുങ്കാട്ടിലെ നടുക്കല ക്ഷേത്രം. എനിക്കൊരു വ്യത്യസ്ത അനുഭവത്തിലൂടെ കടന്നുപോയത്.